സന്തോഷ് കുമാർ എഴുതി സുധീഷ് ഗോപിനാഥ് സംവിധാനം ചെയ്ത ഈ കഴിഞ്ഞ വർഷം 2023 ഏപ്രിലിൽ തിയേറ്ററിൽ റിലീസായ സിനിമയാണ് മദനോത്സവം. ഈ സിനിമയിൽ പണ്ടൊരു ജയന്റെ ഒരു പടം ഉണ്ടായിരുന്നു. ഇത് പുതിയ മദനോത്സവം. ഈ സിനിമ പ്രൈം വീഡിയോയിൽ ഈ കഴിഞ്ഞ സമയത്താണ് റിലീസായത്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയത്. ഈ സിനിമ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകാം. ഒരു രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ ചലച്ചിത്രമൊക്കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പാർട്ടികളെയൊക്കെ നല്ല രീതിയിൽ ഹാസ്യരൂപേണ അവരെ കളിയാക്കി വിടാനൊക്കെ ഈ ഒരു പടം ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പാർട്ടിക്കാരായാലും അതിനകത്ത് മെയിനായിട്ട് കാൻഡിഡേറ്റ്സ് ആയാലും അതിന്റെ പാർട്ടി പ്രവർത്തകരൊക്കെ ആയാലും എത്ര വില കൊടുത്തും ആ സ്ഥാനാർത്ഥിയെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുത്തേ മതിയാവൂ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു അടുത്ത കാലത്ത് നടന്ന ഈ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പലതും കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയെ ഹാസ്യരൂപേണ ആവിഷ്കരിച്ചെടുക്കാൻ ഇതിനകത്തുള്ള സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരിധിവരെ അത് നമുക്ക് ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിലും നമ്മൾ ഒരു വൺ ലൈൻ സ്റ്റോറി എടുത്താൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം ഒരു അപ്പാവിയാണ്, ഒരു പാവം പിടിച്ച ഒരാളാണ്. ഒരു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. ദാരിദ്ര്യം പിടിച്ച ഒരു കഥാപാത്രം. ഒരു ദിവസം വെച്ചാല് ഒരു ഹോട്ടലിൽ പോയാൽ പോലും കാശ് കൊടുക്കാനില്ലാത്ത അവസ്ഥയിലുള്ള ഒരു കഥാപാത്രമാണ്. അവരുടെ അമ്മായിയെ കാണിക്കുന്നുണ്ട്. പിന്നെ ഭാര്യയായിട്ട് വന്ന ബാമ അരുൺ, അതുപോലെ സുരാജ് വെഞ്ഞാറമൂടിനെ കൂടാതെ രാജേഷ് മാധവൻ, അതുപോലെ ബാബു ആന്റണി ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിയുടെ നേതാവായിട്ടാണ് വരുന്നത്. പിന്നെ സുധി കോപ്പ തുടങ്ങിയവരൊക്കെ ഇതിനകത്ത് പ്രധാന റോളുകളിൽ വന്നിട്ടുണ്ട്. ഈ പടം ഈ സംവിധായകൻ ഉദ്ദേശിച്ച പോലെ ഒരു പരിധി വരെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. ഒരു പരിധി വരെ നമുക്കൊരു 92% ആളുകൾ ഈ സിനിമ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. IMDb റേറ്റിംഗ് 6.2 ഔട്ട് ഓഫ് 10 ഒക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന നിലയ്ക്ക് അവസാനം ഒരു നല്ല ക്ലൈമാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമുക്ക് ഇപ്പൊ കുറെ ഇങ്ങനെയുള്ള ഇടി പടങ്ങളൊക്കെ വന്നിട്ടില്ല. നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസ് ഒക്കെ ഒരുപാട് കണ്ട സ്ഥിതിക്ക് ഇങ്ങനെയുള്ളൊരു പടവും നമുക്ക് എല്ലാം കുറച്ചുകൊണ്ടൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് TV-യിൽ ഇരുന്ന് കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. അതിന്റെ ക്ലൈമാക്സ് നല്ലതായിരുന്നു. ഒരു 7 ഔട്ട് ഓഫ് 10 എനിക്ക് ഇതിനകത്ത് മാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ചെറിയ പടങ്ങളൊന്നും കൂടെ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ പടം. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.